അപ്പോൾ എല്ലാവർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോണത് നമ്മുടെ ബോച്ച RC ഗോൾഡൻ പ്ലെയിൻ്റെ ഫ്ലൈയിങ് ആണ്, അതും ലൈറ്റ് ഓൺ ആക്കിയിട്ടുള്ള കേട്ടോ. അപ്പോൾ ഇതാകെ 4 വട്ടം ഫ്ലൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് കംപ്ലൈൻറ്റും പൊടിയൊക്കെ ആയിട്ടിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഒന്ന് ശരിയാക്കണം. പൊടി എന്ന് വെച്ചാൽ നല്ല അന്യായ പൊടിയുണ്ട്. പിന്നെ ബാക്കിലത്തെ എലിവേറ്റർ സെക്ഷൻ ഉണ്ട്, അത് പശക്ക് വിട്ട് കിടക്കണം. അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കണം. അപ്പോൾ ഞാൻ ഇത് സെറ്റാക്കിയതിന് ശേഷമുള്ള ഇതാണ് കേട്ടോ ലുക്ക്. നല്ല നീറ്റാക്കി പൊടിയൊക്കെ കളഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കിലത്തെ എലിവേറ്റർ സെക്ഷൻ ആ ബ്ലാക്ക് കണ്ണില്ലേ, അപ്പോൾ അതൊക്കെ ഒട്ടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലെന്തോരം പൊടി ഉണ്ടായിരുന്നു ഞാനിപ്പോൾ കാണിച്ചിട്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ ചിറക് വരുന്നത്. അപ്പോൾ ആ ചിറകുമ്പോൾ ജസ്റ്റ് ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അറിയാം നമുക്ക് എന്തോരം പൊടി ഉണ്ടെന്ന്. അപ്പോൾ ഇത്രത്തോളം പൊടി ഉണ്ടായിരുന്നു. ഇത് മൊത്തം തുടച്ചെടുക്കണം. ഈ ചിറകും തുടക്കണം. പിന്നെ ഈ ചിറകിൽ എലറോൺ ഒരു സൈഡിൽ ഇല്ല കേട്ടോ. അപ്പോൾ ഇതാണ് എലറോൺ കൺട്രോൾസ് വരുന്നത്. അപ്പോൾ അവിടെ എക്സ്ട്രാ ഷീറ്റിൻ്റെ ഒരു കഷ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ പീസ് വെച്ചിട്ട് കറക്റ്റ് ചെയ്തിട്ട് സെർവോ ഫിറ്റ് ചെയ്യണം, സെർവോ കണക്ഷൻ കൊടുക്കണം കേട്ടോ. അപ്പോൾ അതൊക്കെ ഇനി ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ടോട്ടലി ഇതാണ് ഇപ്പോൾ ഫൈനൽ ലുക്ക് വരുന്നത്. എല്ലാം പൊടിയും തുടച്ച് ക്ലീനാക്കി അതിൻ്റെ എലറോണൊക്കെ വെച്ചു, എലിവേറ്ററിൽ പശിയിട്ട് എലിവേറ്റർ സെറ്റ് ചെയ്തു. അപ്പോൾ ടോട്ടലി ഇപ്പോൾ എല്ലാം സെറ്റ് ആയിട്ട് നമ്മുടെ നോട്ടത്തിലെല്ലാം സെറ്റ് ആയിട്ട് ഇനി നമുക്ക് ഇത് ചെക്ക് ചെയ്യാം, ഇലക്ട്രോണിക്സ് ഒക്കെ വർക്ക് ചെയ്യണമെന്ന് ചെക്ക് ചെയ്യട്ടെ. അപ്പോൾ അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോന്നും നമുക്ക് ചെക്ക് ചെയ്യാം. ആദ്യം നമ്മൾ ചെക്ക് ചെയ്യാൻ പോണത് നമ്മുടെ ത്രോട്ടിൽ, അതായത് പ്രൊപ്പല്ലർ കറങ്ങുന്നുണ്ടോ, ആ ത്രോട്ട് എങ്ങനെയുണ്ടെന്ന് കറക്റ്റ് ചെയ്യാം. അപ്പോൾ അത് ഓക്കെയാണ്, ത്രോട്ടിൽ ഓക്കെയാണ്. പിന്നെ അടുത്ത സെക്ഷൻ വരുന്നത് റഡർ വേണ്ട, ലെഫ്റ്റ് റൈറ്റ് ഓക്കെയാണ്, യോ പോലെ തിരിക്കാനുള്ളത് അത് ഓക്കെ ഉണ്ട്, റഡർ ഓക്കെ ആണ്. പിന്നെ നമ്മൾ എലറോൺ ചെക്ക് ചെയ്യണം, ലെഫ്റ്റ് റൈറ്റിലേക്ക് പ്ലെയിൻ ചെരിക്കാനുള്ളത് ഓക്കെയാണ്. പിന്നെ എലിവേറ്റർ ആംഗിൾ ചേഞ്ചിങ്, അതായത് പൊങ്ങാളതും താഴ്ത്താളതും, അപ്പോൾ അതും ഓക്കെയാണ്, സെറ്റായിട്ട്. ഇപ്പോൾ നിലവിൽ ഫ്ലൈയിങ് കണ്ടീഷനായി. ഇനി ബാക്കിയുള്ള ഫീച്ചേഴ്സ് ലൈറ്റ് കത്തിച്ചിട്ട് കൊടുക്കാൻ ലൈറ്റ് വർക്കിംഗ് നോക്കാം. അപ്പോൾ ലൈറ്റ് വർക്കിംഗ് ആണ്, നാവിഗേഷൻ ലൈറ്റ്സ് കംപ്ലീറ്റ് വർക്കിംഗ് ആണ്, അതിന് പ്രശ്നമില്ല. പിന്നെയും ഈ പ്ലെയിൻ ഒരു ഫീച്ചർ കൂടിയിട്ട് സ്റ്റിയറിംഗ് സെക്ഷൻ വളയ്ക്കാൻ പറ്റും നിലത്തോടുമ്പോൾ. അപ്പോൾ അത് നമുക്ക് നോക്കിയേക്കാം അതെന്തോരം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതും വർക്ക് ചെയ്യുന്നുണ്ട്, ആ സെർവോയ്ക്കും പ്രശ്നമില്ല, അപ്പോൾ അതും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ടോട്ടലി നമ്മുടെ പ്ലെയിൻ ഫ്ലൈ ചെയ്തിട്ട് എല്ലാത്തിനും ഓക്കെ ഉണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യാനുള്ളത്, ഇനി നേരെ നമുക്ക് പാടത്ത് കൊണ്ടിട്ട് അങ്ങോട്ട് ഫ്ലൈ ചെയ്യാം. പിന്നെ ഈ പ്ലെയിൻ ഞാൻ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് പേരൊക്കെ ചോദിച്ചു നീ ഇത് പൈസ കിട്ടാൻ വേണ്ടി ഉണ്ടാക്കിയത്. അങ്ങനെയൊന്നുമല്ല. നമ്മൾ ഈ എയർ ഇന്ത്യ, എമിറേറ്റ്സ്, ഇൻഡിഗോ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളെല്ലാവരും ഇത് കണ്ടിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ മനസ്സിലുള്ള തീം നമ്മളൊരു പ്ലെയിനിലേക്ക് കൊണ്ടുവരുമ്പോൾ അതൊരു വെറൈറ്റിയാണ്. അങ്ങനെയാണ് ഞാൻ ഈ ഗോൾഡൻ പ്ലെയിനും ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഇനി ഞാൻ ഇതേപോലത്തെ ഒരു ബ്ലാക്ക് പ്ലെയിൻ ഉണ്ടാക്കുന്നത്. അതിപ്പോൾ ബ്ലാക്ക് എന്ന് പറഞ്ഞ സ്ഥിതിക്ക് നിങ്ങൾക്ക് അറിയാം അത് എന്തിൻ്റെ മോഡലായിരിക്കുന്നത്, ആരുടെ മോഡലായിരിക്കുന്നത്. അതൊക്കെ നമ്മുടെ മനസ്സിൽ വരുന്നൊരു സന്തോഷം അതിങ്ങനെ പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ അതവിടെ കിട്ടാം. നമ്മളിത് നാവിഗേഷൻ ലൈറ്റ്സ് ഓൺ ആക്കിയിട്ട് പക്ക ക്യൂട്ട് ലുക്കിലാണ് ഇപ്പോൾ പാടത്തിരിക്കുന്നത്. ഇനി അത് ഫ്ലൈ ചെയ്യുക, ത്രോട്ടിൽ അങ്ങോട്ട് ഫുള്ള് മുട്ടിച്ചിട്ട് എലിവേറ്ററിന് കൊണ്ടുവന്നിട്ടല്ലോ ഒരൊറ്റ പൊങ്ങല എൻ്റെ പൊന്നോ. പിന്നെ വേറെ ലുക്ക് അതേടാ അങ്ങോട്ട് പറന്ന് പൊന്തി. എന്താ പറയുക, വല്ലാണ്ട് ഇരുട്ടാവുന്നില്ല. വല്ലാണ്ട് ഇരിട്ട് കഴിഞ്ഞാൽ ലാൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കണ്ണ് കാണില്ല. അതായത് കണ്ണ് കാണിച്ചാൽ അങ്ങനല്ല, ഈ ലൈറ്റ് അടിക്കലും പിന്നെ ഗ്രൗണ്ട് ടച്ച് ചെയ്യണ ടയറിൻ്റെ അളവ് നമുക്ക് അറിയണം. അത് അറിയാത്തതുകൊണ്ട് അടിയിലത്തെ ഭാഗങ്ങൾ കൊടിഞ്ഞു പോകും. അപ്പോൾ വല്ലാണ്ട് ഇരുട്ടാവുന്നില്ല. ഇപ്പോൾ നിങ്ങൾ നോക്കി എന്താ ലുക്ക്. ഒരു എയർക്രാഫ്റ്റ് ഇഷ്ടപ്പെടുന്ന ആരായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടാണ്ട് പോവില്ല. കാരണം അത്രയും ലുക്കിലാണ് സാധനം വരുന്നത്. ഗോൾഡൻ്റെയും പിന്നെ വാം ലൈറ്റാണ് ഞാൻ സെൻട്രൽ ലൈറ്റ് അടിച്ചാണ് വിങ്ങിൻ്റെ. പിന്നെ അപ്പുറത്ത് റെഡും ഗ്രീനും അത് ഓക്കെ. ഇതിനൊക്കെ ഓരോ ഇതുണ്ട് കേട്ടോ. എനിക്കത് കറക്റ്റായിട്ട് അറിയില്ല. ചിറകിൻ്റെ ലെഫ്റ്റ് റൈറ്റിലും ഓരോ കളറുകളുണ്ട്. പിന്നെ അത് എനിക്ക് അതിനെ ലൈറ്റിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞു തരാൻ അറിയില്ല. നമ്മൾ ഈ പ്ലെയിനിൻ്റെ വീഡിയോസൊക്കെ കാണുമ്പോൾ ആ ലൈറ്റാണ് വെച്ചത്. ഈ ലുക്ക് എന്ത് ലുക്കാന്ന് പറയുന്നത്. നമ്മൾ ലാൻഡ് ചെയ്യുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു, പുല്ലും കാര്യങ്ങളും ഒക്കെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ലാൻഡിങ് ഒക്കെ കഴിഞ്ഞു. അത്യാവശ്യം ഒന്നും പറ്റിയൊന്നുമില്ല. നമ്മുടെ സ്റ്റിയറിംഗിൽ നമ്മുടെ അടുത്തേക്ക് പതുക്കെ വളച്ചു കൊണ്ടുവരണം. ആ സ്റ്റിയറിംഗ് ഒക്കെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. സസ്പെൻഷൻ വരെ സൂപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇത്രയ്ക്കൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, പിന്നെ മാക്സിമം ഷെയർ ചെയ്യുക. കാരണം ഒരുപാട് കുട്ടികൾക്ക് ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് ലഹരിക്ക് പോകുന്നുണ്ട്. ഇതുപോലത്തെ ഒരു ലഹരി അവർക്ക് കിട്ടുകയാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് എന്തെങ്കിലും ഒരു ജോലി അല്ലെങ്കിൽ മീൻസ് അതിൻ്റെ രീതിയിൽ ഏവിയേഷൻ്റെ രീതിയിൽ എന്തെങ്കിലുമൊക്കെ നല്ലൊരു ഇൻട്രസ്റ്റ് മനസ്സിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അതൊക്കെ പുറത്തേക്ക് വന്നിട്ട് അവരും ഒന്ന് വഴിതിരിഞ്ഞ് പോയിക്കോളും. അപ്പോൾ മാക്സിമം ഇത്രേ ഉള്ളൂ. ഒന്ന് ഷെയർ ചെയ്യുക, നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. പിന്നെ നാവിഗേഷൻ ലൈറ്റ്സ് അവിടെ ബാക്കിൽ കത്തിയോണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ വോയിസ് ഇത് ഡബ് ചെയ്യണം കേട്ടോ. അതിൽ ഞാൻ ശരിക്കും വോയിസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം എന്താ ലുക്ക്, ആ പ്ലെയിൻ്റെ ലുക്ക് ഇരുട്ടാകുമ്പോൾ അതാണ് വേണ്ടത്. അപ്പോൾ അത്ര തന്നെ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണാൻ ബൈ.